ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ഫൈവ്സ് പുരുഷ ലോകകപ്പ് കിരീടം നെതർലാൻഡ്സാണ് ചാമ്പ്യൻസ്. ഫൈനലിൽ മലേഷ്യയാണ് തോൽപ്പിച്ചത്. ടൂർണമെൻറ്റിൽ ഇന്ത്യയുടെ സ്ഥാനം 5. ടൂർണമെൻറ്റിൽ ഇന്ത്യ 5ാം സ്ഥാനമാണ് നേടിയത്. ഇനി സാഫ് അണ്ടർ 19 വനിതാ ഫുട്ബോളിൽ കിരീടം ഇന്ത്യയും ബംഗ്ലാദേശും സംയുക്ത ജേതാക്കളായിരുന്നു. മുൻ മന്ത്രി CV പത്മരാജന് ഗാന്ധി ദർശൻ പുരസ്കാരം. LIC മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് CEO ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി രവികുമാർ ജായെ നിയമിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളെ വായിക്കാം. ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ഫൈവ്സ് പുരുഷ ലോകകപ്പ് കിരീടം നെതർലാൻഡ്സിന്. ഫൈനലിൽ മലേഷ്യയാണ് തോൽപ്പിച്ചത്. ടൂർണമെൻറ്റിൽ ഇന്ത്യ 5ാം സ്ഥാനമാണ് നേടിയത്. സാഫ് അണ്ടർ 19 വനിതാ ഫുട്ബോളിൽ കിരീടം ഇന്ത്യയും ബംഗ്ലാദേശും സംയുക്ത ജേതാക്കൾ. മുൻ മന്ത്രി CV പത്മരാജന് ഗാന്ധി ദർശൻ പുരസ്കാരം. LIC മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് CEO ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി രവികുമാർ ജായെ നിയമിച്ചു. പ്രശസ്ത സംഗീതജ്ഞൻ ശങ്കർ മഹാദേവൻ, തബല മാന്ത്രികൻ ഉസ്താദ് സക്കീർ ഹുസൈൻ എന്നിവരുടെ ഫ്യൂഷൻ ബാൻഡായ ശക്തിയുടെ ദിസ് മൊമെൻറ്റ് എന്ന ആൽബത്തിന് മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം ലഭിച്ചു. മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസിനുള്ള ഗ്രാമി പുരസ്കാരം പുഷ് തോ എന്ന ഗാനത്തിന് പുല്ലാങ്കുഴൽ വിദ്വാൻ രാകേഷ് ചൗരസ്യയ്ക്കും ലഭിച്ചു. മികച്ച നവാഗത പാർലമെൻറ്റേറിയനുള്ള 2023 ലോക്മത്ത് പുരസ്കാരം മലയാളിയായ ജോൺ ബ്രിട്ടാസിനാണ്. വിനോദസഞ്ചാര മേഖലയിലെ രാജ്യാന്തര പ്രസിദ്ധീകരണമായ ലോൺലി പ്ലാനറ്റ് സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിലൊന്നായി വർക്കല പാപനാശം ബീച്ചിനെ തിരഞ്ഞെടുത്തു. ഒന്നും കൂടെ പറയാം. പ്രശസ്ത സംഗീതജ്ഞൻ ശങ്കർ മഹാദേവൻ, തബല മാന്ത്രികൻ ഉസ്താദ് സക്കീർ ഹുസൈൻ എന്നിവരുടെ ഫ്യൂഷൻ ബാൻഡായ ശക്തിയുടെ ദിസ് മൊമെൻറ്റ് എന്ന ആൽബത്തിന് മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം ലഭിച്ചു. മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസിനുള്ള ഗ്രാമി പുരസ്കാരം പുഷ് തോ എന്ന ഗാനത്തിന് പുല്ലാങ്കുഴൽ വിദ്വാൻ രാകേഷ് ചൗരസ്യയ്ക്കും ലഭിച്ചു. മികച്ച നവാഗത പാർലമെൻറ്റേറിയനുള്ള 2023 ലോക്മത്ത് പുരസ്കാരം മലയാളിയായ ജോൺ ബ്രിട്ടാസിന് ലഭിച്ചു. വിനോദസഞ്ചാര മേഖലയിലെ രാജ്യാന്തര പ്രസിദ്ധീകരണമായ ലോൺലി പ്ലാനറ്റ് സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിലൊന്നായി വർക്കല പാപനാശം ബീച്ചിനെ തിരഞ്ഞെടുത്തു. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന എലോൺ മസ്കിൻ്റെ കമ്പനിയാണ് ന്യൂറോലിങ്ക്. അടുത്ത ചോദ്യം. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരമാണ് ഡൽഹി. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ്. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പുരസ്കാരം. ആ ചോദ്യം എങ്ങനെയാണ്? മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൻ്റെ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. സ്വകാര്യ മേഖലയിൽ ദേശീയ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ഏകോപിപ്പിച്ചതിനാണ് പുരസ്കാരം. ഫിഡെ ചെസ് റാങ്കിങ്ങിൽ എത്തിയ ആദ്യ മലയാളി SL നാരായൺ. രാജ്യത്ത് പൊതു സിവിൽ കോഡ് ബിൽ പാസ്സാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. ഇത്രയും ചോദ്യം ഒന്നും കൂടെ വായിക്കാം. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തിയ കമ്പനി ഏതാ? ന്യൂറോലിങ്ക്. എലോൺ മസ്കിൻ്റെ കമ്പനിയാണ്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരമേതാ? ഡൽഹി. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹത്തിൻ്റെ പേരാണ് പേസ്. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പുരസ്കാരം. എന്തിനാ പുരസ്കാരം ലഭിച്ച? സ്വകാര്യ മേഖലയിൽ ദേശീയ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ഏകോപിപ്പിച്ചതിനാണ് പുരസ്കാരം. ഫിഡെ ചെസ് റാങ്കിങ്ങിലെത്തുന്ന ആദ്യ മലയാളിയുടെ പേരാണ് SL നാരായൺ. രാജ്യത്ത് പൊതു സിവിൽ കോഡ് ബിൽ പാസ്സാക്കുന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഇത്രയും ചോദ്യങ്ങൾ നന്നായിട്ടൊന്ന് നോക്കി വെക്കണേ. കോഴിക്കോട് കാപ്പാട് ബീച്ചിന് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ്. ഈ ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക്
ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്നതാണ് ഈ പുരസ്കാരം. ഡെൻമാർക്കിലെ ഈ ഫൗണ്ടേഷൻ പേര് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ. ഒരു ഫൗണ്ടേഷൻ ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് നൽകുന്ന ഒരു ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റാണ് നമ്മുടെ കോഴിക്കോട് കാപ്പാട് ബീച്ചിന് കിട്ടിയത്. അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ഓസ്ട്രേലിയയ്ക്ക്. ഫൈനലിൽ ഇന്ത്യയാണ് പരാജയപ്പെടുത്തിയത്. അടുത്തത്, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കി റഷ്യയുടെ ഒലെഗ് ഖൊനോനെൻകോ. 878 ദിവസവും 11 മണിക്കൂറും 48 സെക്കൻഡുമാണ് ബഹിരാകാശത്ത് ആകെ ചെലവഴിച്ചത്. ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യമായി ജപ്പാൻ. ജപ്പാൻ്റെ സ്ലിം മൂൺ സ്നൈപ്പർ എന്ന പേടകമാണ് ചന്ദ്രനിൽ ഇറങ്ങിയത്. ഈ 2 ചോദ്യം ഒന്നും കൂടെ നോക്കണേ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കി റഷ്യയുടെ ഒലെഗ് ഖൊനോനെൻകോ. എത്ര ദിവസമാണ്? 878 ദിവസവും 11 മണിക്കൂറും 48 സെക്കൻഡുമാണ് ബഹിരാകാശത്ത് ആകെ ചെലവഴിച്ചത്. ഇനി ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യം ഏതാണ്? ജപ്പാൻ. ജപ്പാൻ്റെ സ്ലിം മൂൺ സ്നൈപ്പർ എന്ന പേടകമാണ് ചന്ദ്രനിൽ ഇറങ്ങിയത്. അത് 2 ഓർക്കണേ, ആ പേടകത്തിൻ്റെ പേരും 5ാമത്തെ രാജ്യം ഏതാണെന്നുള്ളത്. ഇനി അൽ ജസീറ ചാനലിൻ്റെ ഗാസയിലെ ചീഫ് ഓഫ് ബ്യൂറോ വായിൽ അൽ ദഹ്ദൂദിന് കേരള മീഡിയ അക്കാഡമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരം. അൽ ജസീറ ചാനലിൻ്റെ ഗാസയിലെ ചീഫ് ഓഫ് ബ്യൂറോ വായിൽ അൽ ദഹ്ദൂദിന് കേരള മീഡിയ അക്കാഡമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരം. ഇനി അന്തരിച്ച പ്രശസ്ത വ്യക്തികളെ നോക്കാം. ഹാഗെ ഗെയിൻഗോപ്പ് നമീബിയൻ പ്രസിഡൻ്റായിരുന്നു. 82ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചത്. ഇനി കവിയും നിരൂപകനുമായ എൻ കെ ദേശം ഒറിജിനൽ പേര് എൻ കുട്ടിക്കൃഷ്ണപിള്ള 87ാം വയസ്സിൽ അന്തരിച്ചു. ഒരു മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ്റെ കാര്യം പറയുന്നുണ്ട്. ദത്താജി റാവു ഗെയ്ക്വാദ് 95ാമത്തെ വയസ്സിൽ അന്തരിച്ചു. ഇത് 3 ചോദിക്കാം അന്തരിച്ച വ്യക്തികളെ പറ്റി. ആരൊക്കെയാണ്? നമീബിയൻ പ്രസിഡന്റ് ഹാഗെ ഗെയിൻഗോപ്പ്, കവിയും നിരൂപകനുമായ എൻ കെ ദേശം, എൻ കുട്ടിക്കൃഷ്ണപിള്ള അന്തരിച്ചു. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ദത്താജി റാവു ഗെയ്ക്വാദ്. ഈ 3 പേരൊന്ന് ഓർത്തിരിക്കണേ. മുതിർന്ന BJP നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ LK അദ്വാനി, മുൻ പ്രധാനമന്ത്രിമാരായ നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ, ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂർ ഉൾപ്പെടെ 5 പേർക്ക് ഇപ്രാവശ്യം ഭാരതരത്ന ലഭിച്ചു. അപ്പോൾ ഭാരതരത്ന ലഭിച്ച 5 പേരുടെ പേരും ഓർത്തിരിക്കണേ. മുതിർന്ന BJP നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ LK അദ്വാനി, മുൻ പ്രധാനമന്ത്രിമാരായിരുന്ന നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ, ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂർ. പ്രസ്താവന രീതിയിലും ചോദിക്കാം, ഒബ്ജക്റ്റീവായിട്ടും ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. 5 പേർക്കൊക്കെ ഭാരതരത്ന കൊടുക്കാൻ ആദ്യമായിട്ടാണ് തീരുമാനിക്കുന്നത്. ഒരേ സമയത്ത് പരമാവധി 3 പേർക്കെങ്ങാണ്ടൊക്കെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ 5 പേരൊന്ന് ഓർത്തിരിക്കണം. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ആ ഫോട്ടോ ഏതിനാണ് വെച്ചിരിക്കുന്നത്. PSC ബുള്ളറ്റിൻ ഇത് വാങ്ങാത്തവരുണ്ടെങ്കിൽ ഇത് കാണുക. നിങ്ങൾ പ്രത്യേകിച്ച് ഇനി മേടിക്കേണ്ട ആരും. ഇത് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തോളാം. ഓരോ തവണ ഇറങ്ങുന്ന എഡിഷനിലെ കറണ്ട് അഫെയറും.